നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി മെഷീനെ കുറിച്ചുള്ള വീഡിയോ ആണ്. കാരണം റീപാക്കിംഗ് അല്ലെങ്കിൽ പാക്കിംഗ് ബിസിനസ്സിലുള്ള എല്ലാവർക്കും അത്യന്തം ഉപകാരപ്രദമായ ഒരു മെഷീനാണ്. കാരണം ഇവിടെ ഓൾറെഡി എന്നോട് പലരും സബ്സ്ക്രൈബേഴ്സ് വന്ന് ചോദിക്കാറുണ്ട്, അങ്ങനെയുള്ള ഒരു മെഷീനെ കുറിച്ച് പറയാമോ, ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫിഷ് ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിൽ, മീറ്റിന്റെ വ്യാപാരമുള്ളവരാണെങ്കിൽ, ഡ്രൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അച്ചാറ്, അങ്ങനെയുള്ള എന്ത് പാക്ക് ചെയ്യുന്ന വിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു മെഷീനാണ്. കാരണം നമ്മളിത് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്ത്, നമുക്ക് കുറച്ച് ബജറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പൗച്ച് നമ്മളുടെ പേരിൽ പ്രിന്റ് ചെയ്ത് ഉണ്ടാക്കുന്നു. അതിനുശേഷം നമ്മളത് അതിനകത്ത് പാക്ക് ചെയ്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് അത് സീലിംഗ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാൻഡ് സീലർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്വല്പം പ്രത്യേകതയുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിവിടെ ഐ ബട്ടണിൽ കാണാവുന്നതാണ്. അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാക്വം സീലിംഗിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ പാക്ക് ചെയ്യുന്ന സാധനത്തിൽ നിന്ന് എന്താണെങ്കിലും അതിന്റെ കവറിൽ നിന്ന് കംപ്ലീറ്റ് എയർ സക്ക് ചെയ്ത് കളഞ്ഞിട്ട് പാക്ക് ചെയ്യുക. ടൈറ്റ് പാക്കിംഗ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത്, ഇത് മാർക്കറ്റിൽ ചെന്നു ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞ് അവരതിന്റെ കവർ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിലോട്ട് എയർ കടക്കുകയുള്ളൂ. അപ്പോഴത് വീണ്ടും പഴയ രൂപത്തിലോട്ട് വരും. ഓൾറെഡി ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ട്, അതായത് ഓരോരോ പാക്കറ്റ് സിംഗിൾ ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റുന്ന വാക്വം പാക്കേജിംഗ് മെഷീനെ കുറിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ പ്രോഡക്ട്സ് വളരെ വേഗം ചെയ്യണമെങ്കിൽ, അതായത് ഡബിൾ ചേംബർ പാക്കിംഗ് മെഷീൻ, വാക്വം പാക്കിംഗ് മെഷീൻ ആണ് ഇവിടെ പറയുന്നത്. ഡബിൾ ചേംബർ വാക്വം പാക്കിംഗ് മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ എളുപ്പം, കാരണം ഒരു സൈഡിൽ നമുക്ക് ഈവൻ 10 എണ്ണം വരെയൊക്കെ ഒരുമിച്ച് വെച്ച് നമുക്ക് വാക്വം സീൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പുറത്തെ സൈഡിൽ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത 10 എണ്ണം വെച്ച് ചെയ്യാവുന്നതാണ്. ഓൾറെഡി അതിന്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞു. ഇതിനു മുമ്പുള്ള വീഡിയോ ഓൾറെഡി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇതിനു ശേഷം അതും കൂടെ ഒന്ന് കാണുക. ഓക്കെ, ഈ മെഷീൻ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ആമസോണിന്റെ സൈറ്റിലാണുള്ളത്. നമുക്ക് ചെറിയ മെഷീനിൽ നിന്ന് തുടങ്ങാം. അതായത് സിംഗിൾ പാക്കറ്റ് പാക്ക് ചെയ്യാൻ പറ്റുന്ന, വാക്വം സീൽ ചെയ്യാൻ പറ്റുന്ന മെഷീനുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് വരുന്നത് 7,950 രൂപയുടെ മെഷീൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 4,999 രൂപയുടെ മെഷീൻ കാണിക്കുന്നുണ്ട്. സാധാരണ ഒരു സീലിംഗ് മെഷീൻ മതിയെങ്കിൽ 1,899 ഉണ്ട്. 4,999, 4,999 ഈ രീതിയിലുള്ള മെഷീനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച്, സൗകര്യം അനുസരിച്ച് ഏത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ 1-2 മെഷീൻ എടുത്ത് പരിശോധിക്കുകയാണ്. ഇത് വാക്വം സീലർ മെഷീൻ വിത്ത് സ്റ്റാർട്ടർ കിറ്റ് ഫോർ ഹെവി ഡ്യൂട്ടി യൂസ്
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വാക്വം സീൽ ചെയ്യാൻ പറ്റുന്നതാണ്. 12,999 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഡിസ്കൗണ്ടിന് ശേഷം 7,950 രൂപയാണ് ഇത് വരുന്നത്. ഇതാണ് മിഷൻ. ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് എയർ സക്ക് ചെയ്യും. അതിനുശേഷമാണ് ഇത് പാക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, എയർ ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് കൂടുന്നതാണ്. ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും വായിക്കുന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. ഇവിടെ വേറെ രണ്ടാമത്തെ ഒരു മെഷീനാണ് കാണിക്കുന്നത്. കുറച്ചുകൂടെ വില കുറഞ്ഞ മെഷീനാണ് കാണിക്കുന്നത്. ഇത് വരുന്ന കൺവീനിയന്റ് ഫുഡ് പാക്കേജിംഗ്, ഫ്രൂട്ട്സ്, മീറ്റ്, ചിക്കൻ, അപ്ലയൻസ് സീലിംഗ് മെഷീൻ, വാക്വം സീലർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പാക്ക് ചെയ്യാവുന്നതാണ്. 4,999 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇതിന്റെ ഒറിജിനൽ കോസ്റ്റ് 9,999 രൂപയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് കരുതുന്നത്, ഇല്ലെങ്കിൽ പറയുന്നത് എന്ത് സാധനവും ഫ്രൂട്ട്സ് നമുക്ക് എയർ ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രെയിൻസ് പാക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഈവൻ ഉണക്കമീൻ, അതായത് ഡ്രൈഡ് ഫിഷ് നമുക്ക് ഇതിൽ പാക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ലൈഫ് കൂടും, പെട്ടെന്ന് ചീഞ്ഞളിഞ്ഞൊന്നും പോകത്തില്ല. ഓൾറെഡി ഉപ്പിട്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ പോലും കുറച്ചുകൂടെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും എയർ അല്പം പോലും ഇല്ലാതിരിക്കുമ്പോൾ അതിന് അനക്കം സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കിട്ടും. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞിരുന്നു, ഈ ആമസോണിൽ ഒരു പ്രത്യേകതയുണ്ട്. EMI-യിൽ, അതായത് നമുക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടും. ഇവിടെ ഈ മെഷീൻ, അതായത് 7,950 രൂപയുടെ മെഷീൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 374 രൂപ പെർ മന്ത് വെച്ച് EMI സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. EMI ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ബാങ്ക് ആണ് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. രണ്ടാമത്തെ മെഷീൻ വരുമ്പോഴത്തേക്കും അതിനകത്ത് EMI വരുന്നത് 235 രൂപ പെർ മന്ത് ആണ് വരുന്നത്. അതിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ രീതിയിലും ആവശ്യമുണ്ടെങ്കിൽ ഈ മെഷീൻ വാങ്ങാവുന്നതാണ്. ഇനി ബജറ്റ് അല്പം കൂടുതലുള്ളവരാണെങ്കിൽ ഡബിൾ ചേംബർ ഉള്ള വാക്വം പാക്കിംഗ് മെഷീൻ അവൈലബിൾ ആണ്. അത് കിട്ടും. ഇവിടെ കാണിച്ചിട്ടുണ്ട് 1,45,000 രൂപയുടെ മെഷീൻ, 3 ലക്ഷത്തിന്റെ മെഷീൻ, 1,31, 2,35, 1.20, 72,552 രൂപ, 1,85, ഈ രീതിയിലുള്ള മെഷീൻ ഇവിടെ അവൈലബിൾ ആണ്. അത് ഡബിൾ ചേംബർ ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. കാരണം നമുക്ക് ഒരു ചേംബറിൽ നമ്മൾ ഒരു മിനിമം 10 എണ്ണം ഒരുമിച്ച് വെച്ച് സീൽ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അപ്പുറത്ത് നമുക്ക് 10 എണ്ണം വെക്കാം. ഇവിടുത്തെ ക്യാപ്പ് പൊക്കി അപ്പുറത്തെ സൈഡിലോട്ട് വെക്കുമ്പോഴത്തേക്ക് അവിടെ സീലാകും. നേരെ തിരിച്ച് അവിടെ സീലിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്ത് വെച്ച്, അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ നിന്ന് 1-2 മെഷീൻ നിങ്ങൾക്ക് എടുത്തു കാണിക്കുകയാണ്. ഇത് ഡബിൾ ചേംബർ വാക്വം പാക്കിംഗ് മെഷീൻ ആണ്. 1,45,000 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. സീലിംഗ് വിഡ്ത്ത് 10 mm. ഓക്കെ, ഇതിൽ 230 കിലോയാണ് ഇതിന്റെ മെഷീന്റെ വെയിറ്റ് വരുന്നത്. ഇത് SC പാക്കേജിംഗ് ഡൽഹിയിൽ നിന്നാണ് അവൈലബിൾ ആകുന്നത്. അതുപോലുള്ള വേറെ മെഷീൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് മെഷീൻ. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മീറ്റ് പ്രോഡക്ട്സ്, സീ ഫുഡ്, മെഡിസിൻ, ഇലക്ട്രോണിക് കമ്പോണൻസ്, ഹാർഡ്വെയർ, ബീൻ കർഡ് പ്രോഡക്ട്സ്, മെഡിക്കൽ അപ്ലയൻസസ്, ഇത്രയധികം സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി കണ്ടു, ബോട്ടിൽ ചെയ്ത പ്രോഡക്റ്റ് വരെ നമുക്ക് ഇതിനകത്ത് പാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമതൊരു മെഷീൻ, സ്വല്പം കുറഞ്ഞ മെഷീനാണ് ഇവിടെ കാണിക്കുന്നത്. ഹെവി ഡ്യൂട്ടി ഡബിൾ ചേംബേഴ്സ് വാക്വം പാക്കിംഗ് മെഷീൻ 72,552 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇതിനകത്ത് സിംഗിൾ ചേംബർ മെഷീൻ ഉണ്ട്, ഡബിൾ ചേംബർ മെഷീൻ ഉണ്ട്. അതനുസരിച്ച് വില വ്യത്യാസം വരുന്നതാണ്. അത് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ എല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തെ മെഷീന്റെ വിലയാണ് ഇവിടെ കാണിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് എന്നോട് കമന്റിൽ പറഞ്ഞിരുന്നു, താങ്കൾ കാണിച്ച വിവരം തെറ്റാണ്, അതിന്റെ വില ഇന്നതാണെന്ന്. 6 മാസം മുമ്പിട്ട് ഒരു വീഡിയോ ആയിരുന്നു. 6 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ വിലയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു കോമൺ സെൻസിന്റെ കാര്യമാണ്. അതെപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഈ വില കാണിച്ചിരിക്കുന്നതിന്റെ ഒക്കെ കൂടെ തന്നെ GST വരും. GSTയുടെ കൂടെ തന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അത് നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം.
ഇവിടെ ഞാൻ എടുത്തു പറയുന്ന ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് പാക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഓടുന്നത് പ്രിന്റിങ്ങിലോട്ടാണ്. അതായത് നമ്മൾ കവർ പ്രിന്റ് ചെയ്യണം, നമുക്ക് എന്താ പറയുന്നത് എങ്കിൽ മാത്രമേ നമ്മളുടെ സാധനത്തിന് ഒരു ക്വാളിറ്റി വരത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്. എന്നിട്ട് ചെന്ന് അബദ്ധത്തിൽ ചാടുന്ന ആൾക്കാരുമുണ്ട്. കാരണം അവിടെ അബദ്ധം തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം റോട്ടോഗേവർ പ്രിന്റിംഗ് ആണെങ്കിലും ഫ്ലെക്സോ പ്രിന്റിംഗ് ആണെങ്കിലും അതിനകത്ത് ക്വാണ്ടിറ്റി വേണം, അതിനകത്ത് സിലിണ്ടേഴ്സ് വേണം. അതിനൊക്കെ ആദ്യം നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഈ ഇൻവെസ്റ്റ്മെന്റ് കൂടാതെ തന്നെ ക്വാണ്ടിറ്റി വേണം അതിന്റെ പ്രിന്റിങ്ങിന്. ഈ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ അവർ പ്രിന്റ് ചെയ്ത് തരില്ല. ഓൾറെഡി 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ വേണ്ടവർക്ക് അത് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്വം മെഷീൻ കൊണ്ട് നമ്മൾ സീൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ സാധാരണ ഡിസൈൻ ചെയ്ത ഒരു അടിപൊളി സ്റ്റിക്കർ അങ്ങോട്ട് ഒട്ടിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നമുക്ക് വില ചെയ്യുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ച് അതിന്റെ വില നമുക്ക് അതേ രീതിയിൽ പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡൈസേഷൻ ആയി കഴിഞ്ഞു, നല്ല അടിപൊളി പാക്കറ്റ് ആയി കഴിഞ്ഞു. നമ്മൾ ആ പ്രിന്റിങ്ങിലോട്ട് പോകേണ്ട കാര്യമില്ല. പ്രിന്റിങ്ങിന് മുടക്കേണ്ട കാശ് ഈ മെഷീനിൽ മുടക്കുക, ഇല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ കൂട്ടാൻ വേണ്ടി മുടക്കുക. അതായിരിക്കും നല്ലത്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വാങ്ങിക്കുന്ന കവർ എന്ന് പറയുന്നത് 90 മൈക്രോണിന് മുകളിലുള്ള കവർ ആണെങ്കിൽ മാത്രമേ ഇത് വാക്വം സീൽ ചെയ്യുമ്പോൾ പൊട്ടാതിരിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ 3 എഡ്ജിലും 10 mm എങ്കിലും ഡോട്ട്സ് ഇട്ടിരിക്കണം, അതായത് സീലിംഗ് ആയിരിക്കണം. അല്ലാത്ത സാധാരണ കവറുകൾ വാക്വം പാക്കിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ വാക്വം വലിച്ചെടുക്കുമ്പോൾ തന്നെ, അതായത് എയർ വലിച്ചെടുക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഫുഡ് പ്രോഡക്റ്റിന്, നമ്മളുടെ പ്രോഡക്റ്റിന്, അതായത് നമുക്ക് എന്താ പറയുന്നത് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സിന്, വെജിറ്റബിൾസിന്, ഇല്ലെങ്കിൽ മീറ്റ്, അത് ഇറച്ചിയാണെങ്കിലും ഇല്ലെങ്കിൽ ഡ്രൈ മീറ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ മീൻ പച്ചയ്ക്കാണെങ്കിലും അല്ലാതെ ഡ്രൈ ആണെങ്കിലും ഏത് രീതിയിൽ ഇതെല്ലാ സാധനങ്ങളും നമുക്ക് വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും ഷെൽഫ് ലൈഫ് കൂട്ടിക്കൊണ്ട് തന്നെ പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെഷീൻ വാങ്ങിക്കുക. നിങ്ങളുടെ ബിസിനസ് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ മെഷീൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.